ഇങ്ങനത്തെ ഒരു അവസ്ഥയായി പോയതുകൊണ്ട് രാധികെ. അല്ല, ഇതൊന്നും ഓർക്കാതെ നമ്മൾ ക്ലാസ് വെക്കുന്നത്. പിന്നെ അല്ലേ അമ്മ ഹോസ്പിറ്റലിലായത്. നിനക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വരാൻ പറ്റുമോ? നമ്മളെല്ലാ പിള്ളേരെ എങ്ങനെ വിളിച്ച് പറയുമെന്നേ ക്ലാസ്സില്ല എന്ന്. അതാണ്. അല്ല, ഇനിയിപ്പോ അല്ലെങ്കിലേ ഒന്ന് അവിടെ വന്നിരിക്കാൻ പറ്റുമോ ഒരു 10 മിനിറ്റ്? ഞാനപ്പോൾ ഒന്ന് ഹോസ്പിറ്റലിൽ കയറിയിട്ട് ഓടി വരാം. അല്ലല്ല, വരാം. ആ ഓക്കെ. ശരി. അപ്പം ഞാൻ എത്തിക്കോളാം. നീ ഒന്ന് ക്ലാസ് എടുത്ത് തുടങ്ങിയാൽ മതി. എന്നിട്ട് നീ അങ്ങ് പോയിക്കോ ഞാൻ വരുമ്പോഴത്തേക്ക്. ശരി. ഓക്കേടാ. ഓക്കെ. അമ്മാവാ വരുന്ന വഴിയാണോ? അപ്പൊ അമ്മ വന്ന് അങ്ങോട്ട് പോയില്ലേ? ഹോസ്പിറ്റലിലോട്ട് പോയില്ലേ? അല്ല, ഞാൻ ഇവിടെ വന്നിട്ട് കനകനെ കൂട്ടിയിട്ടാണ് പോകാന്ന് കരുതി. അല്ല, ഏട്ടാ ഹോസ്പിറ്റലില്ല. പോയാ? ഏട്ടൻ അവിടെയാണ്. ഏട്ടൻ ഇപ്പൊ വരും, ചേച്ചിയായിട്ട് വരും. അല്ല, ഇപ്പൊ ആരൊക്കെ ഹോസ്പിറ്റലില്? ഇപ്പൊ ചേച്ചിയും ഏട്ടനും അമ്മായി അവിടെ ഉണ്ട്. ഇപ്പൊ ചേച്ചി ഏട്ടനും കൂടെ ഇങ്ങോട്ട് വരും. അപ്പൊ അമ്മായി അവിടെ ഉണ്ട്. എന്നാ ഞാൻ അറിഞ്ഞെങ്കിൽ നേരെ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. അത് മതിയായിരുന്നു. അമ്മാനപ്പൊ വിളിച്ച് ചോദിക്കണ്ടായിരുന്നാ? ഫോണ് ചാർജ് ഇല്ല. ഞാനിപ്പോ വിളിക്കുമ്പോ നാഗർകോവിലല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് പെട്ടെന്ന് ഇങ്ങോട്ട് പോരാൻ പറ്റുമോ? ഞാൻ അറിഞ്ഞ വഴിക്ക് ഗിരിജാനെ വിളിച്ചു പറഞ്ഞ അവൾ അവിടെ എത്തിയില്ലേ. ഞാൻ എന്നപ്പോ ഇത് അറിഞ്ഞു ഞാൻ അവിടെ ഇറങ്ങിയപ്പോ അത് ഫോണില് ചാർജും ഇല്ല. അങ്ങനെ ആകതായി. ഇപ്പൊ അവിടെ ആരൊക്കെ ഉണ്ട്? ഇപ്പൊ അമ്മായി ഉണ്ട് അവിടെ. ഏട്ടനും ചേച്ചിയും കൂടെ ഇങ്ങോട്ട് പോരും. അപ്പൊ അമ്മോൻ അങ്ങോട്ട് ചെല്ല്. ഡോക്ടർമാരെങ്ങനെ എന്തെങ്കിലും വന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മായി ഒറ്റക്കല്ലേ ഉള്ളു. അതുപോലെ ഇന്നലെ തൊട്ട് അമ്മാനെ കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാണ്. എന്താ ശരിക്കും ചേച്ചിക്ക് ഇപ്പൊ എന്താ പറഞ്ഞു ഡോക്ടർ? ഡോക്ടർ ഇപ്പൊ ടെസ്റ്റിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോ പക്ഷെ ഡിസ്ചാർജ് ചെയ്യുന്ന കാര്യം ഒന്നും പറയുന്നില്ല. മെയിൻ ഡോക്ടർ വന്ന് ഇന്ന് നോക്കൂ. എന്നിട്ട് ഇന്നോ നാളെയൊക്കെ ഡിസ്ചാർജ് ആവുമായിരിക്കും. പിന്നെ ഞാൻ പോയിട്ട് ഞാനും ഗിരിജ അവിടെ എന്നിട്ട് പിന്നെ അങ്ങോട്ട് വിടാന്നാ. ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരും. എനിക്കൊന്ന് റെഡി ആവണം. നേരെ അവിടെ ഇറങ്ങിയാൽ മതിയായിരുന്നു. പോട്ടെ. ഞാനാണെങ്കിൽ ഡാൻസ് ക്ലാസ്സും വെച്ച് പോയെന്നേ. ഡാൻസ് ക്ലാസ്സും ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ അവിടെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാലും ഞാൻ അവിടെ നിന്ന് കേറിട്ടേ പോവുള്ളൂ. ഞാൻ പോട്ടെ. അല്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോ. അതൊന്നും വേണ്ട, ഞാൻ അവിടെ ക്യാൻറ്റീന്ന് കഴിച്ചോളാം. എന്തായാലും ഇപ്പൊ ഗിരിജൊന്നും കഴിച്ചിട്ടുണ്ടാവില്ലല്ലോ. അത് അവിടുന്ന് ക്യാൻറ്റീന്ന് ഏട്ടൻ വാങ്ങിച്ചു കൊടുക്കുക. അതൊരു ചായെങ്കിലും എടുക്കാം. വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഒന്നാമത് എന്തിനാണ് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്? ചേച്ചിക്ക് ഇൻഷുറൻസ് ഉള്ളതല്ലേ? നല്ലൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ മതിയായിരുന്നില്ലേ? അമ്മാവന് അമ്മയുടെ സ്വഭാവം അറിയാൻ പാടില്ലേ? ഇവിടെ ഞങ്ങൾ കാല് പിടിച്ച് പറഞ്ഞു നമുക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകാം, അമ്മയ്ക്ക് ഇൻഷുറൻസ് ഉള്ളതാണ്, പൈസയൊന്നും ആവത്തില്ലെന്ന്. അമ്മയ്ക്ക് പോകണ്ട. അമ്മയ്ക്ക് നമ്മുടെ പ്രകാശ് ഡോക്ടറിനോട് മാത്രം കാണിച്ചാൽ മതി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാനാ? അമ്മയുടെ ഓരോ വാശികൾ അമ്മാനെ അറിയത്തില്ലേ? ഫോണിലാണെങ്കിൽ ചാർജും ഇല്ല. അല്ല, എന്നെങ്കിൽ ഫോൺ കുത്തിയിട്. അപ്പൊ ഞാൻ പെട്ടെന്ന് ചായ എടുക്കാം. 5 മിനിറ്റ് കൊണ്ട് ഇച്ചിരിയെങ്കിലും ചാർജ് കയറുമല്ലോ. അതിപ്പോ കുത്താൻ വേണ്ടിട്ട് 10 മിനിറ്റ് ഇവിടെ ഇരിക്കണ നേരം കൊണ്ട് അവിടെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് കുത്താലോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇനി എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കണമെങ്കിൽ അമ്മായിനെ ഒന്ന് വിളിക്കണമെങ്കിൽ എന്ത് ചെയ്യും അമ്മാവൻ? ഇനിയിപ്പോ ഇവിടുന്ന് പോണേന്റെ ഉള്ളിൽ ആരെങ്കിലും എന്തെങ്കിലും വിളിക്കുകയാണെങ്കിലല്ലേ? അപ്പൊ അതങ്ങോട്ട് പോട്ടെ, ഞാൻ പോവാ. വീട്ടിൽ കയറിയായിരുന്നു അമ്മാവൻ? ആടി വീട്ടിൽ പോയ ബാഗ് അവിടെ വെച്ച് അപ്പൊ തന്നെ ഇറങ്ങി. ആ നേരത്തെ ബുദ്ധിക്ക് ഇത് കുറച്ചു നേരം കുത്തി വെച്ചിട്ടൊന്ന് വിളിച്ചിട്ട് ഇങ്ങോട്ട് വന്നാൽ മതിയായിരുന്നു. അത് നമ്മൾ ഓർക്കത്തില്ല. പൊട്ട ബുദ്ധി അല്ല, എന്താ പറയാ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കടേ ഇങ്ങോട്ടെ. ഫോണിലെ ചാർജ് കയറിയാലേ വിളിക്കൂ. അതെ. അല്ല, ഇവിടുന്ന് ഇനി എന്തെങ്കിലും കൊണ്ടുവരണമെന്നുണ്ടെങ്കിലേ അമ്മായിടുത്ത് ചോദിച്ചിട്ടൊന്ന് വിളിച്ചേക്ക്. അമ്മായിയുടെ ഫോണിൽ നിന്നാണെങ്കിലും വിളിക്കാലോ. പരീക്ഷ എന്നാടി നിനക്ക്? ഇനിയിപ്പോ വെക്കേഷൻ കഴിഞ്ഞ് ചെല്ലുമ്പോഴേ ക്വസ്റ്റ്യൻ ചോദിക്കും. പഠിച്ചല്ല? കൊറേ ഉണ്ട്. പഠിച്ചോ ഇരുന്നു? അമ്മേനെ ഡിസ്ചാർജ് ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ പഠിത്തമൊക്കെ നിനക്ക് കണക്കായിരിക്കും. എന്ന് ഡിസ്ചാർജ് ആവും അറിയത്തില്ല. ഇന്നലത്തെ ടെസ്റ്റിലെല്ലാം നോർമലായിരുന്നു. ഇനി അതെല്ലാം ഡോക്ടറെ ഒന്ന് കാണിക്കണം, മെയിൻ ഡോക്ടറെ. എന്നിട്ട് ആ ഡോക്ടർ പറയും എന്താന്നുള്ളത്. ഇന്ന് മാമിനെ വിളിച്ചപ്പോ എങ്ങനെയാണ്? ഇന്ന് നോർമലായോ? ഇന്നത്തെ കാര്യമൊന്നും പറഞ്ഞില്ല, ഞാൻ ചോദിച്ചില്ല ശരിക്കും. പക്ഷെ ഞാനും കൂടെ വരായിരുന്നു. പിന്നെ ഇനി നീ എപ്പോ ഒരുങ്ങി റെഡിയായി വരാനാ? അതുപോലെ എനിക്ക് അവിടെ കയറിയിട്ട് വേണം ഡാൻസ് ക്ലാസ്സിൽ പോകാനായിട്ട്. ഇപ്പൊ പനിയുടെ സീസൺ. മാമി ഈ മാമനും അമ്മയും കൂടി ഇങ്ങോട്ട് വരുമ്പോഴേ പിന്നെ അവിടെ ആരുണ്ട്? അമ്മായി. അമ്മ ഉണ്ടോ? നീ പനിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവിടെ മൊത്തം പനിക്കാരാ. വരാതിരിക്കണേ. അത് അമ്മ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിച്ചായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ നോക്കിയാ എന്ത് ചെയ്യാന്? വേണ്ട, നിനക്ക് ഒന്നാമത് മറ്റേ എന്താണ് ഒരു സാധനം പറഞ്ഞേ? ഡസ്റ്റ് അലർജി. ഡസ്റ്റ് അലർജി അല്ല, എന്ത് പവറാണ്? ഇമ്മ്യൂണിറ്റി പവർ കുറവാണ് നിനക്ക്. അപ്പൊ നിനക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒക്കെ വരും. ഇതെന്തുവാ? ഇതേ
ബെഡ്ഷീറ്റ് ഉണ്ട്, അമ്മയുടെ ഒരു ഡ്രസ്സും ഉണ്ട്. മാറ്റണമെങ്കിൽ നീ ഇത് അവിടെ വെച്ചേക്ക്. മാറ്റണമെങ്കിൽ ഞാൻ അനീഷ് എന്ന് പറയണേ അമ്മമ്മേ. പറയാം. താരെ വിളിക്കണ കേക്കുന്നില്ലേ നീ? അത് അവള് വാളു. എന്തേ? എവിടെയെങ്കിലും പോവാൻ വല്ലോ ആയിരിക്കും, പിന്നെ എടുക്ക. ഇന്ന് എങ്ങും പോകുന്ന വേണ്ട, ബാന്നെങ്കിൽ ബാത്റൂമിലൊക്കെ ഒന്ന് പോണം, കുളിക്കണം. നമുക്ക് എത്ര മണിയാകുമ്പോ ഇറങ്ങണം? ഉച്ച കഴിയുമ്പോ ഇറങ്ങാം. നമ്മള് പോയിട്ടാണല്ലേ. ഒരു 12 മണിയാകുമ്പോ ഇറങ്ങാം അല്ലേ? ചെന്നിട്ട് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്നാ. പറ്റുന്നതിനും മതി. നീ ഇപ്പൊ രാവിലെ എന്തെങ്കിലും കഴിക്കുന്നോ? എനിക്കൊന്നും വേണ്ടേ. അല്ലെങ്കിൽ അവളുണ്ടല്ലോ. ഇല്ലേ? എന്തോ വന്നാ? വന്നടേ. അമ്മ വന്നില്ലേ? അമ്മ അങ്ങ് പോയോ മക്കളെ? പോയാ? ഓഹോ. അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? പോ. അമ്മക്ക് BP കുറച്ച് കൂടുതലാണ്. ഇന്നാ ഡോക്ടർ എന്ത് പറഞ്ഞു? ഇന്ന് ഇപ്പൊ വൈകുന്നേരം വന്നപ്പോ കറക്റ്റ് അറിയാൻ പറ്റും. ഡിസ്ചാർജ് ഒന്നുണ്ടാവുന്ന വല്ലതും പറഞ്ഞോ? വൈകുന്നേരം അറിയാം. മാക്സിമം കഴിഞ്ഞിട്ട് വരട്ടെ. അല്ലെ പിന്നെ ഇനി വീണ്ടും അങ്ങോട്ട് ഓടണ്ടല്ലോ. നിനക്ക് ഡാൻസ് ക്ലാസ് പോണ്ടേ? ഏട്ടാ വന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോവാൻ. നീ എവിടെയായിരുന്നു മുത്ത എത്ര നേരം? ഞാൻ വീട്ടിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ കിടക്കുന്നത് എത്ര കഴിയുമ്പോ എന്റെ അടുത്ത് പറഞ്ഞോ? എത്ര വയസ്സുണ്ടെടി നിനക്ക്? അമ്മ ഞാൻ എത്ര വയസ്സുണ്ടെടി നിനക്ക്? ഞാൻ അപ്പുറത്തുനിന്ന് പഠിക്കുവായിരുന്നു. പഠിക്കുന്ന പിള്ളേർ ആരും ഒന്നും ചെയ്യണില്ലേ? നോക്ക് എന്താ അകത്ത് കാണിച്ചിട്ടേക്കുന്നത്. ഓ, മഹാൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താണ് കാണിക്കുന്നത്? എന്താണ് ഇവിടെ? നിങ്ങൾ താമസിക്കുന്ന വീടാണോ ഇത്? അത് തക്കുടു കുളിച്ചതേ ഉള്ളൂ, ഞാൻ ഒന്നും കണ്ടത് ഒന്നും. നിന്റെ കണ്ണ് പൊട്ടിയിരിക്കുവാണല്ലോ. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നു, ഞാൻ അപ്പുറത്തുനിന്ന് പഠിക്കുമല്ലായിരുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്, ഇത് വൃത്തിയാക്കാൻ എത്ര സമയം വേണം നിനക്ക്? അതൊക്കെ ചെയ്താ പിന്നെ എന്താണ് ഇത്ര അത്യാവശ്യം? ഒരാള് വീട്ടിൽ വന്ന് കയറി ഇതല്ലേ കാണുന്നത്? അമ്മ ആരമ്മ അതിന് ഇവിടെ വരാൻ? എന്ത് വേണേ? ഒന്ന് അകത്തോട്ട് നോക്കിയേ, ഇതൊന്ന് കണ്ടേ. ഞാൻ എങ്ങനെ ഇട്ടിട്ട് പോയ അതുപോലെ കിടക്കുന്നു. ഇത്ര ആയ പെങ്കൊച്ചല്ലേ? മാമി രാവിലെ ചോദിച്ചില്ല, ഞാൻ അപ്പുറത്തൊന്ന് പഠിക്കായിരുന്നു. അമ്മ വരുമ്പോഴത്തേക്കും വൃത്തിയാക്കാൻ പഠിക്കാന്ന് പറഞ്ഞാൽ ഒരു പണിയും ചെയ്യണ്ടെന്നാ. ഇടി എന്നാലും ഈ പാത്രങ്ങൾ എടുത്തതിനൊക്കെ അടുക്കളയിൽ തക്കുടു കഴിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ നിന്റെ ആങ്ങളെയല്ലേ? ചെയ്യാൻ പതുക്കെ ചെയ്താ പോലെ. അമ്മ വരുമ്പോഴത്തേക്കും ചെയ്യാന്ന് വിചാരിച്ചു. അമ്മ നേരത്തെ വരുമെന്ന് എനിക്കറിയായിരുന്നോ? പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് നീ ഇങ്ങനെ വളം വെച്ച് കൊടുക്കല്ലേ കനക? ഇതുകൊണ്ട് അകത്തോണ്ട് വെക്കും മുത്തേ. അതൊക്കെ വെച്ചോളൂ. ഞാൻ വച്ചോളാം, അമ്മ പൊയ്ക്കോ. ഇതന്നെ നമ്മളെന്തോ തെറ്റ് ചെയ്യണ പോലെ അവിടെ കാണിക്കല്. മതി നിർത്ത്, ഞാൻ പോട്ടെ. എന്തെങ്കിലും അമ്മായി അവിടെ ഒറ്റക്കല്ലേ ഉള്ളു. ചേച്ചി അങ്ങോട്ട് വന്നേക്കൂല്ല. ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാം. മുത്ത മിണ്ടാതിരുന്നോ കേട്ടോ. എന്റെ മേടിക്ക് നീ. നീ ചുമ്മാ പിന്നെ അവള് ചെയ്യാത്ത പിന്നെ പുറത്തോണ്ട് നടക്കുന്നുണ്ട് അവള്. മക്കളെ നീ ചുമ്മാ നീ പറ്റുന്നത് ചെയ്യെന്തെങ്കിലും. ഇല്ല നീ സംസാരിച്ചോണ്ടിരിക്കാതെ എന്തെങ്കിലും ഉണ്ടാക്കണേ ഉണ്ടാക്കാം ഇങ്ങോട്ട്. അല്ല ഇനിയിപ്പോ പറഞ്ഞു തരില്ല. ഹലോ. തുണി കൊണ്ട് എടുത്ത് തുടച്ചേക്കണതൊക്കെ. അയ്യോ മാഡം, എനിക്ക് ഇവിടെ പോണായിരുന്നു, ആശുപത്രിയിലൊന്ന് പോണായിരുന്നു. അമ്മ ചെറുതില്ലേ? വൃത്തിയുടായി കിടക്കില്ല. എന്നാ ശരി ശരി. ഓ, എനിക്കൊരു കുഴപ്പമുണ്ട്. എനിക്കിപ്പോ ഒന്ന് പുറത്തോട്ട് പോണം. ഒരു വഴിത്തർക്കം ഉണ്ടായി, അതിനകത്ത് ഞാനും കൂടി ഇടപെട്ടതാ. അപ്പൊ അത് പരിഹരിക്കാൻ വേണ്ടിട്ട് പെട്ടെന്ന് ചെല്ലണമെന്ന് പ്രസിഡന്റ് പറഞ്ഞത് കേട്ടില്ലേ? അവരുടെ സ്വഭാവം അറിയാലോ, എന്ത് ചെയ്താലും മുഖം തെളിവില്ലാത്തൊരു പെണ്ണും പിള്ളയാ. ഇനിയിപ്പോ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ അവര് രാഷ്ട്രീയമായിട്ട് എടുക്കും അതിന്. നീ ഒരു കാര്യം ചെയ്യും, നമുക്ക് അത്യാവശ്യം നല്ല ഉച്ചകളുടെ കൂടെ എന്തെങ്കിലും മേടിക്കാം, നമുക്ക് തീർന്നല്ല പ്രശ്നം. അതിന്റെ പേരിൽ ഇരിക്കേണ്ടതായിട്ടില്ല. ഞാൻ പോയിട്ട് വരാന്നാ. എവിടെ? ഞാൻ പഞ്ചായത്തിൽ പോയിട്ട് വരട്ടെ. ആദ്യം ഒന്ന് മുഖം കഴുകട്ടെ. മക്കള് നോക്കി കണ്ടൊക്കെ നിക്കണ്ടേ മക്കളെ? അവിടെ കാണും. നീ അവിടെ നോക്കണത് അവിടെ കിടന്നത്. പറ്റുന്ന എന്തെങ്കിലും ദൈവത്തിനറിയാം. പഠിത്തം എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ ഒന്നും വേണ്ടല്ലോ. പഠിത്തം തന്നെ പഠിത്തം. മക്കള് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യും. വേണ്ട വിഷമിക്കാൻ വേണ്ട. ഇതെന്താ മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ തരാത്തെ? ഇനിയിപ്പം തങ്കം ചേച്ചി എല്ലാം കണ്ടാന്തോ?
അല്ലെങ്കിൽ റിപ്ലൈ തരണാണല്ലോ. ഇത് കയറി നോക്കിയാ എന്താ എന്താ അകത്തെന്തോ പ്രശ്നം നടക്കുന്നുണ്ട് ചേച്ചി ആ വീട്ടില്. സീരിയസ് ആയിട്ട് വീടൊക്കെ ആവുമ്പം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നിനക്കെന്താ, നീ എന്തിനാ എത്തിയോളി നോക്കണത്? അങ്ങനെയല്ലേ ചേച്ചി, ഒരു പ്രശ്നം നടക്കല്ലേ, നമ്മൾ അയലൊക്കെ അല്ലേ ചേച്ചി. ആ. അപ്പൊ ആ പ്രശ്നം നമ്മൾ പരിഹരിക്കണ്ടേ? പോണ്ടേ? വേണ്ട പോണ്ട, അതിന്റെ ആവശ്യമില്ല. അങ്ങനെ പറയാൻ പറ്റൂല ഏ? ചേച്ചി. തന്നെ പോലെ തന്റെ അയൽക്കാരനെ നമ്മൾ സ്നേഹിക്കണമെന്നുണ്ട്. അപ്പൊ നമ്മൾ അയലല്ലേ ഇത്, അപ്പൊ നമ്മൾ നീ നോക്കണ്ട. ആണ്, പക്ഷെ നേരായ വഴി കൂടെ ഉള്ള ആണെങ്കിൽ നമുക്ക് സ്നേഹിക്കാം. നിന്നെ പോലെ അയലോകത്തെ പെണ്ണിനെ വായി നോക്കണതല്ല. എന്റെ ചേച്ചി കുറേ ദിവസം കൊണ്ട് ഇത് പറഞ്ഞോണ്ടിരിക്കുകയാണ്. അയലൊക്കെ ഇങ്ങനെ ലൈൻ അടിക്കുന്നു. ചേച്ചി ഞാൻ ഒരു പുരുഷയല്ലേ, അപ്പൊ എനിക്ക് ലൈൻ അടിച്ചൂടെ ചേച്ചി? പറഞ്ഞില്ലല്ലോ, നീ ആരെ വേണോ പ്രേമിച്ചു, പക്ഷെ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് വേണ്ടെന്നേ പറഞ്ഞു. ചേച്ചി അതൊക്കെ വിട്, ഒരു കാര്യം ചെയ്യും ചേച്ചി, അങ്ങോട്ട് നോക്ക്. എന്തോ പ്രശ്നം ഉണ്ട് ചേച്ചി, ഞാൻ എനിക്കൊന്നും കേട്ടെന്ന്. വയ്യ. എനിക്കൊന്നും വയ്യ. ഒന്നാമത് ആ കൊച്ചങ്ങ് മാത്രമേ ഇവിടെ ഉള്ളെന്ന് തോന്നണു. ഡേ, അങ്ങോട്ടെങ്ങാനും പോയാ നിന്റെ കയ്യും കാലും ഞാൻ തല്ലി ഒടിച്ചിടും. എന്റെ സുലി ചേച്ചി, ഇതുപോലത്തെ ഒരു പ്രണയ വിരോധം ഞാൻ എന്റെ ലോകത്ത് കണ്ടിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ. വാ ചേച്ചി, ഒരാൾ പ്രേമിക്കുന്ന ഇത്ര തെറ്റാ ചേച്ചി? ആ, തെറ്റി തന്നെ. കനക, ഓ ആ എത്തിയാ നീ? ഞാൻ വിചാരിച്ചു ഞാനങ്ങ് പോകാൻ വിചാരിച്ചു. ഓടി ഓടി തളർന്ന മനുഷ്യൻ. വന്ന വഴിക്ക് ഒരു ഒറ്റ ഓട്ടോറിക്ഷ ഇല്ലാന്നേ. പിന്നെ സമയം വൈകിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങ് നടന്നു. പിന്നെ നീ റെസ്റ്റ് എടുത്ത് ഞാനങ്ങ് പോയിക്കോളാം. വേണ്ട, വാ, നമ്മളെ എന്നിട്ട് വേണ്ടേ ലില്ലിക്ക് ഇങ്ങ് പോരെ. അവർക്ക് ഡാൻസ് ക്ലാസ്സിന് അത്യാവശ്യമായിട്ട് പോണെന്ന് പറഞ്ഞായിരുന്നു. ഞാൻ വിചാരിച്ചെന്നറിയാമോ, ഈ പറഞ്ഞ കണക്ക് നീ ഇനി താമസിക്കണേ ഞാനങ്ങ് പോകാൻ കരുതി. വേണ്ട, ഞാനും വരാം. അങ്ങനെ അമ്മയ്ക്ക് വല്ല ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ നിനക്ക് പാടല്ലേ? ഫുഡ് വല്ലതും വേണമെങ്കിൽ നമുക്ക് വെളിയിൽ എവിടെ പോവാന്ന് നിനക്ക് അറിഞ്ഞൂടെ? അല്ല, ആശുപത്രി ആണെങ്കിൽ ഫുഡ് കൊണ്ടുപോണ്ടേ? അയ്യോ അറിയാം, ഫുഡ് പിന്നെ മേടിക്കണമല്ലോ. അല്ല, അപ്പൊ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കണ ഫുഡ് ആരുണ്ടു? ആരുണ്ടാക്കി വെച്ച്? എപ്പോ ഉണ്ടാക്കി? ആരായാലും ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോകും. എവിടെ? ഇവിടെ ഇവളെന്തീ പറയണേ? വേണേ വന്ന് നോക്ക്. നോക്ക്. ഇത് ഇതിപ്പോ എന്താ പറ്റിയേ? എന്താ ചെയ്തു? പിന്നെ മീനില്ലാത്തോണ്ട് ഉണക്കമീൻ, ചമ്മന്തി, സാമ്പാർ, അവിയല്, തോരൻ ഇത്രയും വെച്ചിട്ടുണ്ട്. ഇത്രയും മതിയല്ലോ അല്ലേ? ഇപ്പൊ ഒരു കാര്യം മനസ്സിലായില്ലേ? കൊടുക്കേണ്ടത് കൊടുത്താ അവക്ക് ചെയ്യാനറിയാം. അറിഞ്ഞായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നേനെ. ഇപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലേ, അവൾക്ക് ഇതെല്ലാം അറിയാം. അവള് നന്നായിട്ട് ചെയ്യുകയും ചെയ്യും. മടിയാ? മടിയൊന്നുമല്ല, അവക്ക് മിടിക്കാണ്. മാമന്റെ മോളും മിടിക്കാണ്. എന്തായാലും ഇത്രയൊക്കെ വെച്ചല്ലേ, ഇനി അമ്മമ്മയെ കാണാൻ ഞാൻ വരാം. എന്നാ വേമ്പോ റെഡിയാവാ. റെഡി ആയിട്ട് ഇപ്പൊ വരാം. ചുമ്മാ കൊച്ചിനെ വഴക്ക് പറയാനുള്ള. കണ്ടല്ലേ? എല്ലാം പാക്ക് ചെയ്ത് കുളിച്ചൊരുങ്ങി പോയി കിടന്ന് ഉറങ്ങി സുഭിഷായിട്ട് നിന്നോ. എന്റെ കൊച്ചൊറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്തത്? ഒറ്റയ്ക്കാ? ആ കാണ്. നീ സഹായിച്ച? നീ സഹായിക്കില്ല, അവൻ കുരിഞ്ഞിട്ട് ഉപ്പെടുക്കാത്തവനാ. നീ കള്ളത്തനം പറഞ്ഞു വരരുത്. ഞാൻ ഒന്നും സഹായിക്കത്തില്ല. അറിയാം. നിങ്ങൾ പോയതിനു ശേഷം ഇവിടെ എന്താ നടന്നതെന്ന് അറിയാമോ? വിഷമം ചെയ്തിട്ടൊന്നും ഒരു കാര്യമില്ല. തങ്കച്ചേട്ടത്തി പറഞ്ഞതിനകത്താണ് കുറ്റം. മക്കൾക്ക് ആ റൂമും വൃത്തിയാക്കി ആ ടേബിളെങ്കിലും തുടച്ചിട്ടുണ്ടായിരുന്നു. ചെയ്യാം, ഞാനിപ്പൊ ഇത് കഴിഞ്ഞ് വന്നല്ലോ, ഞാൻ ചെയ്യാം. പറച്ചിലേട്ടാ ഹിമാലയം കയറിയിട്ട് വന്ന പോലാന്നല്ലോ. ഇത് കഴിഞ്ഞിട്ട് വന്നല്ലോ, ഇവിടുന്ന് ഇറങ്ങി ഇവിടെ വരെ വന്ന് മടിച്ചിക്കോതാ. ഞാൻ ചെയ്തോളൂ, ഇപ്പൊ തന്നെ ചെയ്യണോന്ന് എന്റെ പിന്നെ ഓരോന്നും ചെയ്യേണ്ട ഓരോ സമയമില്ല. ഉച്ചക്കലത്തെ ഊണിന് വൈകിട്ട് ചെയ്താൽ മതിയോ? നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ചാ വന്ന ഇവിടെ ഉണ്ടാവോന്ന് ഓർത്ത്. ഞാൻ വേറെ എവിടെ പോവാൻ? അല്ല, ഇവിടെ എന്ത് മൂഡ് ഓഫ് ആയിട്ടിരിക്കണ? രാവിലെ മെമ്പറുടെ കയ്യിൽ നിന്ന് നല്ല നിവേദനം കിട്ടി. അതെ, ഞാൻ പറയില്ലെങ്കിൽ ഇപ്പൊ കഥ ഞാൻ ഉണ്ടായിട്ട് മോളെ അടി കിട്ടില്ല, അത് പറഞ്ഞാ. അയ്യോ, എവിടെ ഉണ്ടായിരുന്നു? എങ്ങും ഉണ്ടായിരുന്നില്ല. ഞാൻ അവിടെ ഇരുന്ന് പഠിക്കുമായിരുന്നു. ഞാൻ ഈ വീട്ടിലോട്ട് വന്നില്ല. എന്നിട്ട് ഞാൻ വിചാരിച്ചു അമ്മ ഹോസ്പിറ്റലിൽ പോയല്ലോ, തിരിച്ചു വരുമ്പോ വീട് വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു. പക്ഷെ വൈകിട്ടാ വരുന്നേന്ന് ഞാൻ വിചാരിച്ചു. അമ്മ നേരത്തെ കയറി വന്നു. അപ്പൊ ഞാൻ അപ്പോഴായിരുന്നു ഇങ്ങോട്ട് വന്നത്. അതിനെന്നെ പറയാനൊന്നുമില്ല. അപ്പൊ ചെയ്യാനുള്ള മൂടും കൂടെ പോയി. ആ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും കുറ്റമുണ്ടോ? മക്കള് പറ.
ഇത് ജോലികൾ ചെയ്യണം. നമ്മുടെ വീട്ടിൽ ആരും പറഞ്ഞിരുന്നില്ല, കണ്ടാണ് ചെയ്യേണ്ടത്. ചെയ്യില്ല മോള് എന്ന് ചെയ്യത്തില്ലേ? പറഞ്ഞോ? ചെയ്യില്ല എന്ന് പറഞ്ഞോ? ചെയ്യാം. ചെയ്തില്ലല്ലോ ഇപ്പൊ സുഹൃത്തെ. എന്റെ മൂഡ് പോയി, എനിക്കിപ്പോ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പൊ ഇന്ന് ഇന്ന് വരാതെ ഇന്ന് ജോലി ഒന്നും ചെയ്യത്തില്ല? എടാ നിനക്ക് ജോലി ചെയ്യാൻ അറിയോ? എനിക്ക് പറ. ഞാൻ സത്യം പറയട്ടെ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനേ ജോലി ചെയ്യാത്തതിന് അമ്മ വഴക്ക് പറഞ്ഞ് ലാസ്റ്റ് പറയാനൊന്നും കിട്ടാതായപ്പോ വടിയെടുക്കാൻ പോയ ഗ്യാപ്പിൽ ഇങ്ങോട്ടേക്ക് അടിപൊളി. ഈ നാമ്പേച്ചയ്ക്ക് ട്രീ ഡോഗ് ഫ്രീ എന്ന് പറഞ്ഞാൽ നിന്നെ വിളിച്ചേട്ടോ മരപ്പട്ടീന്ന്. എന്തായാലും ഈനാൻ വെച്ചാണേലും നിങ്ങൾ ഏതാണെന്ന് മരപ്പട്ട വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക ആര് മരപ്പട്ടിയെ ഏനാൻ വെച്ചെന്ന്. പക്ഷെ രണ്ടിന്റെ കൂട്ട് കറക്റ്റ് ആണല്ലോ, രണ്ടും മടിച്ച് കോതകള്. ഓ, പക്ഷെ ഞാൻ എന്റെ ടാലന്റ് പുറത്തേക്ക് എടുക്കാത്തതാ. എന്ത് ടാലന്റ്? അപ്പൊ നിനക്കറിയാം. ആ പിന്നെ എനിക്കറിയാം. ഞാൻ എന്നാ പിന്നെ എന്നെ ഹെൽപ്പ് എന്തറിയാം? എന്തറിയാം? എന്തൊക്കെ ചെയ്യാൻ അറിയാം? പാചകം എന്തൊക്കെ അറിയാം? എനിക്ക് പിസ ഉണ്ടാക്കാൻ അറിയാം. പിസ വീട്ടിൽ എന്നും പിസയാണല്ലോ. പിന്നെ എനിക്ക് ബർഗർ ഉണ്ടാക്കാൻ ആ വീട്ടിലൊന്നും പറഞ്ഞ റൊണാൾഡോങ്ങളും ബേക്കറിലാണോ താമസിക്കുന്നത്? ബേക്കറിലാണോ താമസിക്കുന്നത്? ഇതൊക്കെ പ്യുവർ ടാലന്റ്. എന്ത് ടാലന്റ്? എന്താ ഇത്? ഈ പറഞ്ഞ റൊണാൾഡോങ്ങൾ എന്തിനാ? എന്താ കൊറേ നേരം എല്ലാം കിടന്ന് അങ്ങോട്ട് ഞാൻ ചോറ് വെക്കും, മീൻകറി വെക്കും, തോരൻ വെക്കും, അവിയൽ വെക്കും, സാമ്പാർ, മുട്ട പൊരിച്ചത്, മുട്ട ഓംലെറ്റ്, പപ്പടം, വെറുംപുളി, എന്തെല്ലാം ഐറ്റം വെക്കും. എന്നെ സഹായിക്കും. ഇവിടെ 2 പെണ്ണുങ്ങളുള്ളപ്പോ ഞാൻ എന്തിനാ ചെയ്യണ്? അതെന്തോ ഇതാണ് ഈ പറഞ്ഞത്. നിന്റെ അമ്മയെ വിളിച്ചവര് ഇന്നാളെ തക്കുടിനെ ഏൽപ്പിച്ചിട്ട് പോയപ്പോ ഞാൻ എന്തെല്ലാം ഉണ്ടാക്കി വെച്ച്. ഞാനും ഉണ്ടായിരുന്നു ഇവിടെ. എന്നാ അത് കഴിച്ചോ? എന്തെങ്കിലും കുഴപ്പമുണ്ടായിരുന്നോ? നിങ്ങൾ തമ്മിൽ ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കാതെ നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാം. എന്നെ സഹായിക്കും. അപ്പൊ എനിക്കൊരു നീയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്യാനൊരു ആ കുട്ടിക്ക് ബർഗറും പിന്നെ പിസ്സ ഉണ്ടാക്കാനല്ലേ അറിയൂ. ഞാൻ മീൻ വെച്ചൊക്കെ വെറൈറ്റി ഒക്കെ ഉണ്ട്. മീൻ വെച്ച് എന്ത് വെറൈറ്റി ബർഗർ ഉണ്ടാക്കും? മീൻ വെച്ചിട്ട് പിസ്സ ഉണ്ടാക്കും. ഫിഷ് പിസ്സ. ചെൽ നമുക്ക് ഇവിടെ വൃത്തിയാക്കി നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. അപ്പൊ പിന്നെ അമ്മ വരും. 3 ബ്രെഡ് ഇരിപ്പുണ്ട്, അത് അവിടെ വെച്ചാണ് എനിക്ക് കഴിക്കാൻ വേണ്ടിട്ട്. ആ ഈച്ച കടിച്ചോടി ഇരുന്നു. അത് കഴിക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ബർഗറും പിസ്സയും കഴിച്ചിട്ട് വയറിന് പ്രശ്നം, എനിക്ക് ആളെ വർഷോപ്പിൽ പോകണമല്ലോ. നല്ല കറികൾ ഉണ്ടാക്കിയ കഴിക്കരുത്. കാണീര് ശരി. ഓക്കെ വാ. അതിപ്പോ വൃത്തിയാക്ക, അതിനാണല്ലോ. ഇപ്പൊ എന്തുണ്ടാക്കാം? എന്തോ ഉണ്ട് ഇവിടെ. മീനില്ല, പക്ഷെ ഉണക്കമീനുണ്ട്. പക്ഷെ ഉണക്കമീൻ വെച്ച് ഞാൻ ഒന്നും വച്ചിട്ടില്ല, അതാണ് ഒരു പ്രശ്നം. ഉണക്കമീൻ വെച്ചിട്ട് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയാലോ? അത് എനിക്കറിയില്ല. അത് ഞാൻ ഉണ്ടാക്കാം. പച്ചക്കറി ഉണ്ടാ? അതൊക്കെ ഉണ്ട്. അപ്പൊ അവിയലുണ്ടാക്കാം. അവിയല്, തോരൻ, സാമ്പാർ അതും അറിയാം. പക്ഷെ സാമ്പാർ ഉണ്ടാക്കാം. അച്ചാറ് അതൊക്കെ സെറ്റ്. അപ്പൊ നീ ഇപ്പൊ ഉണക്കമീൻ ചെയ്യും, അപ്പഴത്തേക്ക് ഞാൻ ഇതൊന്ന് സെറ്റ് ചെയ്യാം. ഇവിടെ കളഞ്ഞ കേട്ടോ, നിറച്ച് പൊടിയുണ്ട്. ഇപ്പൊ ചെയ്യാം. നീ പോയി ചെയ്യേ. പാടി ഇതൊക്കെ രണ്ടുപേർക്കൊന്നും ഉണ്ടാനില്ലേ? എന്നിട്ട് അവളെന്തേ? ആളോ? അതിനെ എന്റെ അമ്മ ഒന്ന് വിളിച്ചോണ്ട് പോയി. അത് പറയാൻ അങ്ങോട്ട് ഇറങ്ങി വന്നേ. അതിനും കിട്ടി 2 വഴക്ക് കൊണ്ടുപോയി. ഞാനാണ് ആലോചിച്ചത്, നിന്റെ ഒരു സഹായമില്ലാതെ അവൾക്ക് ഒറ്റയ്ക്ക് ഇത് ചെയ്യാൻ പറ്റില്ലെന്ന് ഞാൻ ആലോചിക്കായിരുന്നു. എന്നാലും കണ്ടപ്പോ ഒരു അത്ഭുതം തോന്നി, സന്തോഷം തോന്നി. പക്ഷെ എനിക്ക് സംശയം തോന്നില്ല, അവള് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടല്ലോ, നമുക്ക് ചെയ്യാനൊക്കെ അറിയാം. ഞാൻ റെഡിയായേ, പോവാ. എന്റെ മോള് മിടുക്കിയാണ്, മിടുക്കി. ഇത്ര നീ ഒറ്റയ്ക്ക് ചെയ്തില്ലേ? അത് പിന്നെ SI മെമ്പറോട് ചോദിച്ചപ്പോ എനിക്ക് കള്ളം പറയാൻ പറ്റിയില്ല. ഞാനേ കൊണ്ടുപോയി നന്ദിയുള്ളവനാ. മാറ്. എടീ, മിടുക്കി എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ? ഇത്രയും ജോലി ഒറ്റയ്ക്ക് ഒരാൾ ചെയ്തെങ്കിൽ മിടുക്കി, പക്ഷെ മറ്റൊരാളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ മിടുക്കി. ഞാൻ വിചാരിച്ച നീ ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്തെന്നാ. ഒറ്റയ്ക്ക് ചെയ്ത് അല്ലാതെ പറഞ്ഞ പാവം കിട്ടും കേട്ടോ അമ്മയ്ക്ക്. മാളു ഉണക്ക ചമ്മന്തി ഉണ്ടാക്കി, പിന്നെ എല്ലാത്തിനും ഒന്ന് സഹായിച്ചു. അമ്മ ഇതൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല അമ്മ. പിന്നെന്താ? ഇല്ലടി, കൊഴപ്പില്ല, അറിഞ്ഞില്ലല്ലോ എന്ന് ഓർത്ത് പറഞ്ഞതാ. അവളിവിടെ കാണേണ്ടായിരുന്നു, അവൾ അമ്മ വിളിച്ചോണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങക്ക് വിശ്വാസമായാലോ. അതിന് ആരാ വിശ്വാസം ഇല്ലാതെ ആക്കിയത്? ഞങ്ങൾക്ക് വിശ്വാസമില്ലായ്മയൊന്നുമില്ല. അത്ഭുതം കണ്ടപ്പോ അന്തം വിട്ടുപോയി. അതിന്റെ കാര്യം അന്വേഷിച്ചു വന്നപ്പോ കാര്യം മനസ്സിലായി. എന്റെ മോള് മിടുക്കിയാണ്, പണി എടുക്കുകയും ചെയ്യും, പണി എടുപ്പിക്കുകയും ചെയ്യും. അമ്മ അവൾ ഇത്ര ഒപ്പിച്ചില്ലേടി.